ഹലോ ഡിയർ വ്യൂവേഴ്സ്, ദിസ് ഇസ് കണ്ണൂർ വ്ലോഗ് പാർട്ട് 6. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് നേരെ റൂമിലേക്ക് വന്നു. റെസ്റ്റ് പോലും എടുക്കാതെ റെഡിയായി ഞങ്ങൾ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് പോവുകയാണ്. തലശ്ശേരി ബീച്ച്, ഫോർട്ട്, അതുപോലെ തന്നെ കടൽപ്പാലം. ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിന് പുറമെ ഒരു കൂടെ ലക്ഷ്യം കൂടെ ഉണ്ട്, അത് വഴിയേ പറഞ്ഞുതരാം. അങ്ങനെ ബസ് സ്റ്റാൻഡിലെത്തി ഒരു കപ്പലണ്ടി പൊതിയൊക്കെ മേടിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് നടന്നു. നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതേ ആദ്യത്തെ ഗൂഢ ലക്ഷ്യത്തിലേക്ക് എത്തി. അതെ, കണ്ണൂർ കോക്ടെയിൽ. കണ്ണൂർ എത്തിയിട്ട് കണ്ണൂർ കോക്ടെയിൽ കഴിക്കാതെ പോകുന്ന മോശമല്ലേ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അത് കഴിച്ച് നടന്ന് കടൽപ്പാലത്തിൻ്റെ അവിടെ എത്തി. സൺസെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദൈവം പറഞ്ഞു തരുന്നത് നമ്മുടെ ഇല്ല സിനിമയിലെ തട്ടത്തിമറയത്ത്, അതിനകത്ത് ലാസ്റ്റ് സീൻ ഷൂട്ട് ചെയ്തത് ഈ കടൽപ്പാലത്തിലാണെന്ന് അവൻ കാണിച്ചു തരുമായിരുന്നു. അങ്ങനെ കടൽപ്പാലമൊക്കെ കണ്ട് ഞങ്ങൾ ഇറങ്ങി നിൽക്കാൻ വല്ല സ്ഥലമുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുകയായിരുന്നു. കുറച്ചധികം നടന്നു. ഒരു ഹാർബർ സൈഡായിരുന്നു കേട്ടോ. അവിടെ മീനിൻ്റെ പോലത്തെ മണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ചധികം നടന്നിട്ടും അങ്ങനെ സ്ഥലമൊന്നും കണ്ടില്ല. അങ്ങനെ നേരെ ഫോർട്ടിലേക്ക് വന്നു. ഈ സമയമായത് കാരണം ഫോർട്ട് അടച്ചിട്ടുണ്ടായിരുന്നു. പുറമേ നിന്ന് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അകത്ത് എന്താണെന്നൊന്നും അറിയത്തില്ല. ഒരു ശ്മശാനവും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ട് നേരെ തലശ്ശേരി ബീച്ചിലേക്ക് തിരിച്ചു വന്ന് നെക്സ്റ്റ് ലക്ഷ്യം അതെ കല്ലുമ്മക്കായ. കല്ലുമ്മക്കായ കുറേ നാളായിരുന്നു കഴിച്ചിട്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കിട്ടാനില്ല. അങ്ങനെ കല്ലുമ്മക്കായൊക്കെ കഴിച്ചു. അവിടുന്ന് അവർ ടീയും കോഫിയും കാര്യങ്ങളൊക്കെ കുടിച്ചു. അവിടുന്ന് തന്നെ ജസ്റ്റ് കുറച്ച് നടന്നാൽ തന്നെ ഈ വാൾ പെയിൻറ്റിങ് കാണാമായിരുന്നു കേട്ടോ. അങ്ങനെ വാൾ പെയിൻറ്റിങ്ങും കണ്ടു. അവിടുന്ന് ഫോട്ടോയൊക്കെ എടുത്തു. തല്ലുമാലയിൽ ചെറിയൊരു സീൻ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴി രാത്രി കാർഡ് കളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കാർഡ്സും ഒക്കെ മേടിച്ച് തലശ്ശേരി ബസ് സ്റ്റാൻഡിലേക്ക് എത്തി. ഞങ്ങൾ